വേദനയില്ലാത്ത പ്രസവം സാധ്യമാണോ? അത് നമ്മൾ എങ്ങനെ സാധ്യമാക്കും? അതിനെക്കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഈ കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേദനരഹിത പ്രസവം ഇന്നൊരു റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഒരു മേജർ കാരണമാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ പുറകിൽ നേരെ കനമുള്ള ഒരു സൂചി ഇൻസേർട്ട് ചെയ്ത് അതിലൂടെ ഈ അനസ്തീഷ്യ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ പ്രസവ വേദന ഉണ്ടാക്കുന്ന നരമ്പുകൾ മരവിപ്പിച്ചുകൊണ്ട് ആ വേദന ഇല്ലാണ്ട് ചെയ്യുന്നതാണ് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ. എപ്പിഡ്യൂറൽ അനാൽജസിയ ആൻഡ് അനസ്തീഷ്യ വേറെ കാര്യങ്ങളാണ്. എപ്പിഡ്യൂറൽ അനാൽജസിയയിൽ ഉള്ളി വേദന മാത്രം നമ്മൾ കുറയ്ക്കുകയുള്ളൂ. അതിനെക്കൊണ്ട് നമ്മൾക്ക് ഈ പ്രസവ വേദന കുറയും, ഡെലിവറീൻ്റെ സമയത്ത് പുഷ് ചെയ്യാൻ പറ്റും. ഈ പ്രസവ വേദന ഇല്ലാണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. പക്ഷേ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മരവിപ്പിച്ച് കാലൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. അത് നമ്മൾ ലേബറിൽ യൂസ് ചെയ്യാറില്ല. എപ്പിഡ്യൂറൽ അനാൽജസിയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയിൽ അവസാന ഘട്ടത്തിൽ, ദാറ്റ് ഈസ് 3rd ട്രൈമസ്റ്ററിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ കൊടുത്ത് സംസാരിച്ച് ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. യൂഷ്വലി ഗൈനക്കോളജിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓഫർ ചെയ്യും. ആൻഡ് അനസ്തീഷ്യ ഡോക്ടറിന് നിങ്ങൾ മീറ്റ് ചെയ്യും. അവർ നിങ്ങളെ ചെക്കപ്പ് ചെയ്യും. ആൻഡ് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അവർ ഡിസൈഡ് ചെയ്യും. ചിലവർക്ക് ചിലപ്പം ബ്ലീഡിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവറി പെയിൻ വരുമ്പോൾ, ഭയങ്കര ശക്തമായ ഡെലിവറി പെയിൻ തുടങ്ങുമ്പോൾ യൂഷ്വലി ഗർഭപാത്രം ഒരു 3 to 4 സെൻറ്റിമീറ്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് അനസ്തീഷ്യ ഡോക്ടർ വന്നിട്ട് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ അതിൻ്റെ കാത്തറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ മരുന്ന് തരുന്നത്. ഇതിനെക്കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നാണ് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട്. ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ എടുക്കുന്നതുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവുന്നതാണ് മേജർ കോമൺ ഡൗട്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ എപ്പിഡ്യൂറൽ അനാൽജസിയനെ കൊണ്ട് വരുന്നതല്ല ഈ ബാക്ക് പെയിൻ. ഈ ബാക്ക് പെയിൻ വരുന്നത് നമ്മൾ പ്രഗ്നൻസിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായ്മ ആൻഡ് എക്സസൈസ് ഒട്ടും ഇല്ലാണ്ട് ഡെലിവറിൻ്റെ ശേഷം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പം പൊസിഷനൊന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടും പിന്നെ കാൽഷ്യം വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിനെ കൊണ്ട് വരുന്നതാണ് ഈ ബാക്ക് പെയിൻ. പിന്നെ ഇനി ഒരു കോമൺ ഡൗട്ടാണ്, ഇങ്ങനെ അനാൽജസിയ എടുക്കുമ്പോൾ നമ്മുടെ ലേബർ ഡ്യൂറേഷൻ കൂടുമോ എന്ന്. നമ്മുടെ ഡെലിവറീൻ്റെ ഡ്യൂറേഷൻ കൂടിയിട്ട് അതിനെ കൊണ്ട് അമ്മക്കും കുഞ്ഞുക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. അതും സത്യമല്ല. ആക്ച്വലി വെരി മൈനർ ഡിഫറൻസസ് ആണ്. ഇപ്പോൾ എപ്പിഡ്യൂറൽ അനാൽജസിയ എടുത്താലും എടുത്തില്ലെങ്കിലും മാക്സിമം ഒരു 1 hour ഡിലേ ഉണ്ടായേക്കാം. പക്ഷെ അതും മദറിനും ബേബിക്കും പ്രശ്നമില്ലാത്ത രീതിയിലുള്ളൊരു ഡിഫറൻസ് മാത്രമേ ആണ്. അതിനെക്കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പ്രഗ്നൻസി ഒരു വളരെ പോസിറ്റീവ് ആൻഡ് ഹാപ്പി എക്സ്പീരിയൻസ് ആണ് ഏതൊരു കപ്പിളിനും. അതേപോലെ തന്നെ നിങ്ങളുടെ ബർത്തിങ് ജേർണി ആൻഡ് ലേബർ ആൻഡ് ഡെലിവറിയും ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആക്കാൻ എപ്പിഡ്യൂറൽ അനാൽജസിയ ഇസ് എ വെരി നൈസ് ഓപ്ഷൻ. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കൊടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുക.